ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2015 റിലീസായ ലിറ്റിൽ ബിഗ് മാസ്റ്റർ എന്ന ഒരു ഇമോഷണൽ ഡ്രാമ മൂവിയുടെ എക്സ്പ്ലനേഷൻ ആണ്. ഇതൊരു റിയൽ സ്റ്റോറി കൂടിയാണ്. ഹോങ്കോങ്ങിൽ ഒരു പഴയ കിൻഡർ ഗാർഡൻ സ്കൂൾ ഉണ്ടായിരുന്നു. അവിടെ 5 കുട്ടികൾ മാത്രമായിരുന്നു പഠിച്ചിരുന്നത്. സ്കൂളിൽ മതിയായ കുട്ടികൾ ഇല്ലാത്തതിനാലും ശമ്പളം കുറവായതുകൊണ്ടും അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് എല്ലാം ആ സ്കൂൾ ഉപേക്ഷിച്ചു പോവുകയാണ്. ഇത് കാരണത്താൽ തന്നെ ഗവൺമെന്റും സ്കൂൾ എന്നേക്കുമായി അടച്ചുപൂട്ടാനായി നിൽക്കുകയാണ്. ഈ സമയം നമ്മളുടെ കഥയിലെ ഹീറോയിൻ ആ ഗ്രാമത്തിലേക്ക് വരികയും ആ 5 കുട്ടികളെ അവൾ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു. ആ ടീച്ചർ കാരണം 5 കുട്ടികൾ, അവരുടെ പേരൻസ്, ആ ഗ്രാമം എല്ലാം എങ്ങനെയാണ് മാറുന്നതെന്നാണ് ഈ മൂവിയുടെ സ്റ്റോറി. സോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണൂ. യു ആർ വാച്ചിങ് എക്സ്പ്ലനേഷൻ ഫയൽസ്. മൂവി ആരംഭിക്കുമ്പോൾ തന്നെ ഒരു സ്കൂളിന്റെ ചുവരാണ് കാണിക്കുന്നത്. അതിൽ ഒരുപാട് കുട്ടികൾ സന്തോഷത്തോടെ ഇരിക്കുന്നതായി ഒരു ഡ്രോയിങ്സ് കാണിക്കുന്നു. പക്ഷേ കാലങ്ങൾ പോകുന്നതും അതിലെ കുട്ടികൾ കുറഞ്ഞു വരുന്നു. ആ ചുമരും പഴയതുപോലെ ആവുകയാണ്. അവസാനം 5 കുട്ടികൾ മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. ആ കുട്ടികളുടെ മുഖത്ത് ഒട്ടും സന്തോഷമില്ലായിരുന്നു. അതുകൂടാതെ ആരംഭത്തിൽ നല്ല കളർഫുൾ ആയിരുന്ന ആ ചുവരിപ്പോൾ പെയിന്റ് എല്ലാം പോയി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി മാറിയിരിക്കുന്നു. ഇവിടെയാണ് ഈ കഥയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, ലിറ്റിൽ ബിഗ് മാസ്റ്റർ. കഥ ഇപ്പോൾ ഹോങ്കോങ്ങിലുള്ള ഒരു വലിയ കിൻഡർ ഗാർഡൻ സ്കൂൾ കാണിക്കുന്നു. അവിടെ പണക്കാരായ ആളുകളുടെ മക്കൾ മാത്രമായിരുന്നു പഠിച്ചിരുന്നത്. അവിടെ കുട്ടികളെ 2ആയി തിരിച്ചായിരുന്നു പഠിപ്പിച്ചിരുന്നത്. ഒന്ന് നോർമൽ സ്റ്റുഡൻസ്, രണ്ടാമത്തേത് സ്പെഷ്യൽ സ്റ്റുഡൻസ്. ഈ സ്പെഷ്യൽ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം 100-ൽ 100 മാർക്കാണ് വാങ്ങുക. അതുകൂടാതെ മറ്റു ആക്ടിവിറ്റികളിലും അവർ മിടുക്കരായിരിക്കും. അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടി വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ട് അവനോട് കാര്യം അന്വേഷിക്കുകയാണ് അവന്റെ ടീച്ചർ. ടീച്ചർ, എനിക്ക് 100% മാർക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല, 98% മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറയുകയാണ്. അതിനെന്താണ് പ്രശ്നം? അതും നല്ല സ്കോർ തന്നെയല്ലേ എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ, പക്ഷേ എൻ്റെ വീട്ടിൽ വഴക്കു പറയും, ഇതുപോലെ മാർക്ക് വാങ്ങിയാൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നെല്ലാം അവർ പറയും എന്ന് സങ്കടത്തോടെ പറയുകയാണ് ആ ചെറിയ കുട്ടി. ഇത് റെക്കോർഡ് ചെയ്ത ടീച്ചേഴ്സ് ആ കുട്ടിയുടെ പേരൻസിനെ വിളിച്ച് അവരെ കാണിക്കുന്നു. ആ പേരൻസ് 2 പേരും വലിയ പണക്കാരാണ്. അത് കണ്ട ശേഷം, മാഡം, ഇതിലെന്താണ് ഇത്ര വലിയ കാര്യമുള്ളത്? അവൻ 2% കുറവാണ് വാങ്ങിയിരിക്കുന്നത്. ആ ഡിസപ്പോയിന്റ്മെന്റിലാണ് അവൻ അങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറയുകയാണ്. ഈ സമയം അങ്ങോട്ട് വരികയാണ് നമ്മുടെ ഹീറോയിൻ ലു. സാർ, ഈ പ്രായത്തിൽ തന്നെ അവൻ ഇങ്ങനെ ഡിപ്രഷനിൽ ഇരിക്കുകയാണെങ്കിൽ വലുതാവും തോറും അവന്റെ മാനസികാവസ്ഥയെ അത് ബാധിക്കും. അതുകൊണ്ട് സ്പെഷ്യൽ ക്ലാസ് ഒഴിവാക്കി നോർമൽ ക്ലാസ്സിൽ ചേർത്താൽ അവൻ സന്തോഷമായിരിക്കുമെന്ന് പറയുകയാണ് ലു. എന്നാൽ ലു ആ കുട്ടിയുടെ നല്ലതിനു വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് പണക്കാരായ ആ പേരൻസ് മനസ്സിലാക്കുന്നില്ല. അവർ അവിടെയുള്ള HMനെ കണ്ട് അവരുടെ മകനെ സ്പെഷ്യൽ ക്ലാസ്സിൽ തന്നെ പഠിപ്പിക്കണമെന്ന് പറയുന്നു. HMും അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ദൂരെ നിന്നും വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് ലു. പഠനം എന്ന പേരിൽ കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ ലു അവളുടെ വലിയ തുക ശമ്പളമായി കിട്ടുന്ന ആ ജോലി ഉപേക്ഷിക്കുന്നു. ഈ സമയം ലുവിന്റെ ഭർത്താവിന്റെ ജോലിസ്ഥലം കാണിക്കുകയാണ്. പുതിയൊരു ടെക്നോളജി വന്നതിനാൽ അയാളുടെ ജോലിയും നഷ്ടമാകുന്നു. വീട്ടിലെത്തിയതും ജോലി പോയ കാര്യം അയാൾ ലുവിനോട് പറയുന്നു. നമ്മൾ 2 പേർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണല്ലോ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ ശേഷം ലു തന്റെ ജോലിയും പോയ കാര്യം ഭർത്താവിനോട് പറയുന്നു. പക്ഷേ അതിൽ നിരാശരായി ഇരിക്കാതെ അവരുടെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ 2 മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ലു അവളുടെ ഒഴിവ് സമയങ്ങളിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനും മറ്റു ആക്ടിവിറ്റികളിൽ ഇൻവോൾവ് ആവുന്നുണ്ടെങ്കിലും ടീച്ചർ എന്ന ജോലി മനസ്സിൽ നിന്നും പോകുന്നുണ്ടായിരുന്നില്ല. കുട്ടികൾ സ്കൂൾ വിട്ടു പോകുന്നതെല്ലാം കാണുമ്പോൾ ലുവിന് ഫീൽ ആവുന്നു. ഈ സമയം പഴയ ജോലിയെ അവൾ മിസ് ചെയ്യുകയാണ്. ഇഷ്ടമല്ലാത്തൊരു ജോലി ചെയ്ത് ജീവിക്കുകയാണെന്ന വിഷമം ലുവിൽ നിറഞ്ഞിരുന്നു. അവൾ ടീച്ചർ ജോലി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും ലുവിന്റെ ഭർത്താവും മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു ദിവസം ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ലു ടിവിയിൽ ഒരു ന്യൂസ് കാണുകയാണ്. ഹോങ്കോങ് ഗവൺമെന്റ് മതിയായ കുട്ടികൾ പഠിക്കാത്തതും ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ലാത്തതുമായ കിൻഡർ ഗാർഡൻസ് എല്ലാം എന്നേക്കുമായി അടച്ചുപൂട്ടാനായി നിൽക്കുകയാണ്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസും വേറെ സ്കൂളിലേക്ക് മാറിയിരുന്നു. എന്നാൽ ഞാനിപ്പോൾ നിൽക്കുന്ന കിൻഡർ ഗാർഡന്റെ പേരാണ് യുവൻടീൻ. വില്ലേജ് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ, ടീച്ചർ, അങ്ങനെ എല്ലാവരും ഈ കിൻഡർ ഗാർഡൻ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. ഇവിടെ പഠിച്ചിരുന്ന കുട്ടികളും ഈ കാരണത്താൽ വേറെ സ്കൂളിലേക്ക് പോയി. പക്ഷേ ഇനിയും 5 കുട്ടികൾ അവിടെ തന്നെ തുടരുകയാണ്. എന്താണെന്നാൽ വേറെ സ്കൂളിലേക്ക് മാറാനുള്ള സാമ്പത്തിക സ്ഥിതി ഇവരുടെ കുടുംബത്തിനില്ല. ഈ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പുതിയ ടീച്ചറെ കിട്ടുമോ എന്ന് ഗവൺമെന്റ് അന്വേഷിക്കുകയാണ്. പക്ഷേ ശമ്പളം വെറും 4500 രൂപ മാത്രമാണ് ഉള്ളത്. ആ ചെറിയ ശമ്പളത്തിന് ഒരു ടീച്ചറും ജോയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് കിൻഡർ ഗാർഡൻ അടച്ചുപൂട്ടാനായി നിൽക്കുകയാണ് എന്നെല്ലാം ന്യൂസിൽ പറയുകയാണ്. അതിനുശേഷം അവിടെയുള്ള 5 കുട്ടികളുടെ പേരൻസുമായി സംസാരിക്കുകയാണ് ന്യൂസ് റിപ്പോർട്ടർ. നിങ്ങൾ എന്തുകൊണ്ടാണ് സ്കൂൾ മാറാത്തത്? അതിനുള്ള പണം നിങ്ങളുടെ കയ്യിലില്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, വേറെ സ്കൂളിൽ ചേർക്കാനുള്ള പണം ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറയുകയാണ് അവർ. ഇതെല്ലാം ലു ന്യൂസിലൂടെ കാണുന്നുണ്ടായിരുന്നു. അവൾക്കും ആ കുട്ടികളുടെ അവസ്ഥ കണ്ട് ഒരുപാട് വിഷമമാവുന്നു. നേരെ കാറെടുത്ത് അവൾ ആ കിൻഡർ ഗാർഡൻ സ്കൂളിലേക്ക് പോവുകയാണ്.
പോകുന്ന വഴിയിൽ അവിടെയെല്ലാം ക്ലീൻ ചെയ്യുന്ന ജോലി ചെയ്തു കിട്ടുന്ന ഒരു ലേഡിയോട് കിൻഡർ ഗാർഡനിലേക്കുള്ള വഴി ചോദിക്കുകയാണ്. ആ കിൻഡർ ഗാർഡൻ എല്ലാം അടിച്ചുപൂട്ടി, അവിടെ 5 കുട്ടികൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. പാവം കുട്ടികൾ എന്ന് പറഞ്ഞ് അങ്ങോട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ് അവർ. ഇതെല്ലാം ആശ്ചര്യത്തോടെ നോക്കിയിരിക്കുകയാണ് ആ ഗ്രാമത്തിലുള്ള 2-3 ആളുകൾ. എന്താണെന്നാൽ ഇതുവരെ ന്യൂസ് റിപ്പോർട്ടേഴ്സ് മാത്രമേ ആ കിൻഡർ ഗാർഡനെ അന്വേഷിച്ചു വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ടീച്ചർ ലൂവിനെ നോക്കി ആരാണിത്, എന്തിനാണ് അവർ അങ്ങോട്ട് വന്നത് എന്നെല്ലാം ആലോചിച്ചിരിക്കുകയാണ് അവർ. അങ്ങനെ ടീച്ചറും ആ സ്കൂളിലേക്ക് എത്തുകയാണ്. നോക്കുമ്പോൾ അവിടെ പഴയൊരു കെട്ടിടമാണ് ടീച്ചർ കാണാനായത്. ഗേറ്റെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അകത്ത് ആരും ഉള്ളതായി തോന്നുന്നില്ല. അങ്ങനെ ലൂ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോകുന്നു. തകർന്നു പോയ കണ്ണാടി ജനലിലൂടെ നോക്കുമ്പോൾ ആ 5 കുട്ടികളും പഠിപ്പിക്കാൻ ആരുമില്ലാതെ പാവങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ലൂ കാണുന്നത്. പെട്ടെന്നൊരു കുട്ടി ലൂവിനെ കാണുകയാണ്. ലൂവിനെ കണ്ടതും പേടിച്ചു പോയ ആ കുട്ടി മാസ്ക് എടുത്ത് ഇടുകയാണ്. എന്താണെന്നാൽ ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഇടയ്ക്കിടെ വന്ന് അവരുടെ വീഡിയോസ് എല്ലാം എടുക്കുമായിരുന്നു. അതുകൊണ്ട് റിപ്പോർട്ടേഴ്സ് ആണെന്ന് കരുതി മാസ്ക് എടുത്തിടുകയും അവർ വീണ്ടും വന്നു എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെയുള്ള ഒരു ബോർഡിന്റെ പിറകിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. കുട്ടികളെ, നിങ്ങളാരും പേടിക്കണ്ട, ഞാനൊരു ടീച്ചറാണ്, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ് ലൂ. ബോർഡിന് പിറകിൽ ഒളിച്ചിരുന്ന കുട്ടികളും അവർ നമ്മളോടാണ് സംസാരിക്കുന്നത്, വേണ്ട അങ്ങോട്ട് പോവണ്ട, അവർ പോകുന്നത് വരെ നമുക്കിവിടെ ഒളിച്ചിരിക്കാം എന്നെല്ലാം പറയുകയാണ്. ലൂ എന്തൊക്കെ പറഞ്ഞിട്ടും അവർ പുറത്തു വരുന്നില്ല. സമയം ലൂ എന്താണ് ചെയ്യുന്നതെന്നാൽ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, തേനീച്ചയ്ക്ക് എത്ര കാലുകളുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഓരോ കുട്ടികളായി തല ഉയർത്തി ടീച്ചറെ നോക്കുകയാണ്. അതിലൊരു കുട്ടി കൈ ഉയർത്തി 6 എന്ന് പറയുകയാണ്. കറക്റ്റ് ആൻസർ, നിങ്ങൾ വളരെ സ്മാർട്ടാണല്ലോ. എന്നാൽ ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ ചോദിക്കൂ എന്നെല്ലാ കുട്ടികളും ഒരുമിച്ച് പറയുകയാണ്. സ്പൈഡറിന് എത്ര കാലുകളുണ്ടെന്ന് അറിയുമോ എന്ന് ലൂ ചോദിക്കുന്നു. 10 അല്ല 4 അങ്ങനെ തെറ്റായ ഉത്തരങ്ങൾ പറയുകയാണ് ആ കുട്ടികൾ. ഇത് കേൾക്കുന്ന ലൂ, സ്പൈഡറിന് 8 കാലുകളാണ് ഉള്ളത്, അതുകൊണ്ടാണ് സ്പൈഡറിനെ 8 കാലി എന്ന് വിളിക്കുന്നത് എന്ന് പറയുകയാണ്. ഇനി അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ എന്ന് ലൂ ചോദിക്കുമ്പോൾ ചോദിക്കേ എന്ന് പറഞ്ഞ് കുട്ടികളെല്ലാം വളരെ ഉത്സാഹത്തോടെ പുറത്തു വരികയാണ്. ഈ സമയം പുറത്ത് ഇടിവെട്ടുകയാണ്. ഈ ശബ്ദം കേട്ടതും 5 കുട്ടികളിലെ ചൂച്ചു എന്നൊരു കുട്ടി പേടിച്ച് ഒരു മൂലയ്ക്ക് പോയി ഒളിച്ചിരിക്കുകയാണ്. ആ കുട്ടിക്ക് ഇടിമിന്നൽ വളരെ പേടിയായിരുന്നു. അതൊരു മോൺസ്റ്റർ ആണെന്ന് പറഞ്ഞ് ചെവി പൊത്തിക്കരയാണ് ചൂച്ചു. മറ്റു കുട്ടികളും അവളെ സമാധാനിപ്പിക്കുകയാണ്. പെട്ടെന്ന് ടീച്ചറിന്റെ അടുത്തേക്ക് ഒരു ലേഡി വരുന്നു. നിങ്ങൾ ആരാണ്? ന്യൂസിൽ നിന്നും വന്നതാണോ? ഇവിടെ നിൽക്കാൻ പാടില്ല, വേഗം പോവൂ എന്നെല്ലാം പറഞ്ഞ് ലൂവിനെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. ലൂ നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അവിടെ എത്തിയതും രാത്രി അവളുടെ ഭർത്താവിനോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് ലൂ. ആ സ്കൂൾ അടച്ചുപൂട്ടാൻ പോവുകയാണ്. ഞാൻ ആ കുട്ടികളെ പോയി കണ്ടിരുന്നു. പാവങ്ങൾ, അവർക്ക് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ഞാൻ അവിടെ ജോയിൻ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണെന്ന് പറയുന്നു. ഇത് കേട്ടതും ഭർത്താവ്, നിനക്കിഷ്ടം അതാണെങ്കിൽ നീ അവിടെ ജോയിൻ ചെയ്യൂ, നമ്മളെ കൊണ്ട് കഴിയുന്നത് ആ 5 കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാം എന്ന് പറയുകയാണ് അയാൾ. ലൂവിനും ഒരുപാട് സന്തോഷമാവുന്നു. അടുത്ത ദിവസം ലൂ അവിടെ ജോയിൻ ചെയ്യാനായി പോവുകയാണ്. ടീച്ചർ, നിങ്ങൾ മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ സാലറി ഉണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് വെറും 4500 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ആ സാലറി ഓക്കെയാണ്, ആ 5 കുട്ടികൾ നന്നായി പഠിക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുകയാണ്. നമുക്ക് ഇനിയും കുട്ടികളെ അവിടെ ചേർത്താൻ ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങളിതെല്ലാം ഒരുപാട് ട്രൈ ചെയ്തിരുന്നു, പക്ഷേ ആരും തന്നെ ജോയിൻ ചെയ്തില്ല. ഇപ്പോൾ നിങ്ങൾ വന്നില്ലേ, എന്തെങ്കിലും നല്ലത് സംഭവിക്കുമോ എന്ന് നോക്കാം എന്ന് പറയുകയാണ് ആ ഓഫീസർ. അങ്ങനെ കുട്ടികൾ വരുന്നതിന് മുൻപ് ലൂവും അവളുടെ ഭർത്താവും ചേർന്ന് സ്കൂളെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൂവിന്റെ ഭർത്താവ് AC ഓൺ ചെയ്യുമ്പോൾ അതിനുള്ളിൽ നിന്നും പുകയാണ് വരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും സ്കൂളിന് പുറത്തുള്ള ചപ്പുചവറുകളെല്ലാം ക്ലീൻ ചെയ്ത് ടീച്ചർ ലൂ കുട്ടികളെ വെൽക്കം ചെയ്യാനായി റോട്ടിലിറങ്ങി നിൽക്കുകയാണ്. സ്കൂളിനടുത്ത് തന്നെ ഒരു കടയുണ്ട്. അവിടെ ഗ്രാമവാസികളായ കുറച്ചാളുകൾ ഇതെല്ലാം നോക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഇവിടേക്ക് വന്ന പുതിയ ടീച്ചർ. ഇതിനു മുന്നേ ഏതോ വലിയ സ്കൂളിലാണത്രേ അവർ ജോലി ചെയ്തിരുന്നത്. 1 ലക്ഷം രൂപ സാലറി വേണ്ട എന്ന് വെച്ചാണ് അവർ ഇങ്ങോട്ട് വന്നത് എന്നെല്ലാം പറയുകയാണ്. അത്രയും ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന ഇവരെന്തിനാണ് 4500 രൂപയ്ക്ക് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അത് വേറൊന്നുമല്ല, അടുത്ത വർഷം എന്തായാലും ഈ സ്കൂൾ അടയ്ക്കും. അതുവരെ ഇവിടെ ജോലി ചെയ്ത് ന്യൂസ് മീഡിയയിലെല്ലാം ഫേമസ് ആവാൻ വേണ്ടി വന്നതാവും എന്നെല്ലാം സംസാരിക്കുകയാണ് അവിടെയുള്ളവർ. ഈ സമയം ലൂവിന്റെ അടുത്തേക്ക് കാറിൽ ഒരാൾ വരികയാണ്. ഇയാളാണ് ഗ്രാമത്തിലെ മേയർ. വെറുതെ ആവശ്യമില്ലാത്ത ജോലിയാണ് ചെയ്യുന്നത് ടീച്ചർ. നിങ്ങൾ ആ 5 കുട്ടികളെ പഠിപ്പിച്ചത് കൊണ്ട് ഒന്നും തന്നെ മാറാൻ പോകുന്നില്ല. അടുത്ത വർഷം ഈ സ്കൂളിൽ 5 കുട്ടികളെ താഴെയാണെങ്കിൽ ഗവൺമെന്റ് എന്തായാലും സ്കൂൾ അടച്ചുപൂട്ടും എന്നെല്ലാം പറഞ്ഞു പോവുകയാണ് അയാൾ. എന്നാൽ ലൂ അതൊന്നും ശ്രദ്ധിക്കാതെ കുട്ടികളെ നോക്കി നിൽക്കുകയാണ്. ഈ സമയം വയസ്സായ ഒരാൾ ഒരു കുട്ടിയെയും കൊണ്ട് അങ്ങോട്ട് വരികയാണ്. അയാൾക്ക് പഴയ ഇരുമ്പ് സാധനങ്ങളെല്ലാം വാങ്ങി അത് മറിച്ചു വിൽക്കുന്ന ജോലിയാണ്. ആ ഉന്തുവണ്ടിയുമായി അങ്ങോട്ട് വരികയാണ് അവർ. ഞാനാണ് ഈ സ്കൂളിലെ പുതിയ ടീച്ചർ. നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ് ലൂ.
വയസ്സായ അയാൾ അവരുടെ കുട്ടിയോട് ഇത് നോക്ക്, ടീച്ചർ പറയുന്നതെല്ലാം അനുസരിക്കണം, പറഞ്ഞു തരുന്നതെല്ലാം ശ്രദ്ധിച്ചു പഠിക്കണം എന്നെല്ലാം പറയുകയാണ്. ശരി അച്ഛാ എന്ന് പറഞ്ഞ ചെറിയ കുട്ടി ലൂവിന്റെ അടുത്തേക്ക് പോയി നിൽക്കുന്നു. അയാൾ ജോലി തുടരുവാനായി അവിടെ നിന്നും പോവുകയാണ്. അടുത്തതായി ഒരു ലേഡി സൈക്കിളിൽ ഒരു കുട്ടിയും കൊണ്ട് വരികയാണ്. ആ കുട്ടിയുടെ ആന്റിയാണത്. അവർ കുട്ടിയെ അവിടെ ഏൽപ്പിച്ചു പോവാനായി നിൽക്കുകയാണ്. ഹലോ, ഞാനാണ് പുതിയ ടീച്ചർ എന്ന് സംസാരിക്കാനായി തുടങ്ങിയാണ് ലൂ. സോറി ടീച്ചർ, എനിക്കിപ്പോൾ സംസാരിക്കാൻ സമയമില്ല. എത്രയും വേഗം എനിക്ക് ഹോട്ടലിൽ എത്തണം. അവിടെ ഒരുപാട് പ്ലേറ്റ് കഴുകാനുണ്ട്. ലേറ്റായാൽ എനിക്ക് ഇന്ന് ശമ്പളം തരില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് അവർ. അടുത്തതായി ഒരു കുട്ടിയെയും കൊണ്ട് ഒരു ലേഡി അങ്ങോട്ട് വരികയാണ്. അവരോടും ലൂ സംസാരിക്കുന്നു. ഞാനാണ് ഇവിടുത്തെ പുതിയ ടീച്ചർ എന്നെല്ലാം പറഞ്ഞ് സംസാരിക്കുകയാണ്. കുട്ടിയെ അവിടെ ഏൽപ്പിച്ച് അവരും അവിടെ നിന്നും പോവുകയാണ്. ഇപ്പോൾ 3 കുട്ടികൾ മാത്രമാണ് അങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ഇനിയും 2 കുട്ടികൾ കൂടി അങ്ങോട്ട് വരണം. അവർ ഇരട്ടകളായിരുന്നു. ഈ സമയം ഒരു ടാക്സിക്കാരിൽ അങ്ങോട്ട് വരികയാണ് അവർ. പക്ഷേ ആ ടാക്സി ഡ്രൈവർ അവരോട് പണം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്തായാലും ടൗണിലേക്ക് പോവേണ്ട ആവശ്യമില്ലേ, ഈ വഴിയാണ് പോകുന്നത്, അതുകൊണ്ടല്ലേ ഞങ്ങളെയും കൂട്ടിയത്, ഇതിനെല്ലാം കാശ് ചോദിക്കുന്നത് മോശമാണ് എന്ന് പറയുകയാണ് ആ കുട്ടികളുടെ അമ്മ. പക്ഷേ ടാക്സി ഡ്രൈവർ അവരോട് തർക്കിച്ച് കാശ് വാങ്ങി അവിടെ നിന്നും പോവുകയാണ്. ആ 2 കുട്ടികളെയും ലൂവിന്റെ അടുത്തേക്ക് അയക്കുകയാണ് അവർ. ലൂ അവരോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അത് കേട്ടതും അവർക്കും ഒരുപാട് സന്തോഷമാവുന്നു. എന്താണെന്നാൽ ഇത്രയും 4 കുട്ടികൾ തനിച്ചായിരുന്നില്ലേ സ്കൂളിലുണ്ടായിരുന്നത്. അവിടെ അടുത്തായി ക്ലീനിങ് ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലേഡി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എന്തായാലും ടീച്ചർ ഒരു 10 ദിവസം മാത്രമേ ഇവിടെ ഉണ്ടാവൂ എന്നെല്ലാം പറയുകയാണ്. ആരും ടീച്ചർ ലൂവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 5 കുട്ടികളെയും കൊണ്ട് ക്ലാസ്സിലേക്ക് പോവുകയാണ് ലൂ. അവിടെ കുട്ടികളെല്ലാം മാസ്ക് ധരിച്ചാണ് ഇരിക്കുന്നത്. ടീച്ചർ ലൂവും മാസ്ക് ധരിച്ച് അവിടെ ഇരിക്കുന്നു. നോക്കൂ കുട്ടികളെ, ഞാനാണ് നിങ്ങളുടെ പുതിയ ടീച്ചർ. എൻ്റെ പേര് ലൂ. നിങ്ങൾ തന്നെ പറയൂ, എനിക്ക് മാസ്ക് ഉള്ളതാണോ ഇല്ലാത്തതാണോ നല്ലത്? നിങ്ങൾക്ക് മാസ്ക് ഇല്ലാത്തതാണ് നല്ലത് എന്ന് പറയുകയാണ് കുട്ടികൾ. അതുപോലെ നിങ്ങൾക്കും മാസ്ക് ഇല്ലാത്തതാണ് നല്ലത്, എന്തിനാണ് എല്ലാവരും മാസ്ക് ഇട്ടിരിക്കുന്നത് എന്നെല്ലാം ചോദിക്കുകയാണ് ലൂ. എൻ്റെ അച്ഛനാണ് പറഞ്ഞത് മാസ്ക് ഇടാൻ. എന്താണെന്നാൽ ന്യൂസിൽ നിന്നും വരുന്ന ആളുകൾ ഞങ്ങളുടെ വീഡിയോ എടുക്കുകയും ഞങ്ങൾ അനാഥരായ പാവപ്പെട്ട കുട്ടികളാണെന്നെല്ലാം TV-യിൽ പറയുകയും ചെയ്യും. ഇക്കാരണത്താൽ ഞങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ലഭിക്കില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മുഖം കാണിക്കാതിരിക്കാനാണ് മാസ്ക് ഇടുന്നത് എന്നും പറയുകയാണ് അവർ. കുട്ടികളെ, നിങ്ങളെ മാത്രമല്ല എന്നെയും എല്ലാവരും കളിയാക്കുന്നുണ്ട്. വെറും 5 കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിലെ ടീച്ചർ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കാനും ഒരുപാട് പേരുണ്ട്. എന്നാൽ അവർക്കാർക്കും അറിയില്ല ഈ സ്കൂളിലാണ് ഒരുപാട് ഭംഗിയുള്ള 5 കുട്ടികൾ പഠിക്കുന്നതെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാവും, അവരുടെ ഭംഗിയുള്ള മുഖം എനിക്ക് കാണാനാവുന്നില്ല. അവരെല്ലാവരും മാസ്ക് ഇട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഓരോരുത്തരുടെ പേരായി വിളിക്കും. അപ്പോൾ നിങ്ങളുടെ മാസ്ക് മാറ്റി പ്രസന്റ് ടീച്ചർ എന്ന് പറയണം. ഇങ്ങനെ പറയുകയാണ് ലൂ. കുട്ടികളും അതിന് ഓക്കെ പറയുകയാണ്. ടീച്ചർ ആദ്യം തന്നെ ഹൊസസു എന്ന പേര് വിളിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി എഴുന്നേൽക്കുകയും പ്രസന്റ് പറയുകയും ചെയ്യുന്നു. ഈ കുട്ടിയുടെ അച്ഛനാണ് പഴയ ഇരുമ്പുകൾ വാങ്ങി വിൽക്കുന്ന ആ വയസ്സായ വ്യക്തി. അടുത്തതായി കിറ്റി എന്ന് പേര് വിളിക്കുമ്പോൾ മറ്റൊരു പെൺകുട്ടിയും എഴുന്നേറ്റ് പ്രസന്റ് പറയുകയാണ്. ജെന്നി എന്ന് വിളിക്കുമ്പോൾ മറ്റൊരു കുട്ടിയും പ്രസന്റ് പറയുന്നു. ഇവർ 2 പേരുമാണ് അവിടെയുള്ള ട്വിൻസ്. അടുത്തതായി ചൂച്ചു എന്ന് വിളിക്കുമ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് പ്രസന്റ് പറയുന്നു. ഈ കുട്ടിക്കാണ് ഹോട്ടലിൽ പ്ലേറ്റ് കഴുകുന്ന ജോലി ചെയ്യുന്ന ആന്റിയുള്ളത്. അവസാനമായി ലൂക്ക എന്ന് വിളിക്കുമ്പോൾ ഒരു പെൺകുട്ടിയും എഴുന്നേറ്റ് പ്രസന്റ് ടീച്ചർ എന്ന് പറയുകയാണ്. ടീച്ചർ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് അറിയാനായി അവിടെയുള്ള ആളുകളെല്ലാം മറഞ്ഞിരുന്ന് നോക്കുകയാണ്. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ലൂ കുട്ടികളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ, ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പേര് എനിക്കറിയാം. ഇനി നിങ്ങൾ ഓരോരുത്തരും എന്ത് കാര്യം ആലോചിച്ചാണ് ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുന്നതെന്നും സങ്കടപ്പെടുന്നതെന്നും നിങ്ങൾ പറയണം എന്ന് പറയുകയാണ് ലൂ. അങ്ങനെ ആദ്യമായി ഹൊസസു എന്ന ആ പെൺകുട്ടി വന്ന് സംസാരിക്കുകയാണ്. ഞാൻ എന്തിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതെന്നാൽ എൻ്റെ അച്ഛൻ പഴയ സാധനങ്ങൾ വാങ്ങി വിൽക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് എക്സ്ട്രാ ഇൻകം ലഭിക്കും. എനിക്ക് ഏറ്റവും സങ്കടം എന്താണെന്നാൽ അതെൻ്റെ അമ്മയെക്കുറിച്ചോർത്താണ്. ഞാൻ അവരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്നാണ് അവർ എന്നെ കാണാൻ വരിക എന്ന് അറിയില്ല എന്ന് പറയുകയാണ് ആ പെൺകുട്ടി. അടുത്തതായി കിറ്റി ജെന്നി എന്ന ആ ട്വിൻസ് വരുന്നു. അതിൽ കിറ്റി എന്ന പെൺകുട്ടി, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഞങ്ങൾ സ്കൂളിൽ വരുന്ന ടാക്സിയിലാണ്. എനിക്ക് ഏറ്റവും വിഷമമുള്ളത് എന്താണെന്നാൽ ഈ ജെന്നി എപ്പോഴും ഞാൻ പറയുന്നത് കോപ്പി അടിച്ച് പറയും എന്നതാണ് എന്ന് പറയുകയാണ് കിറ്റി. അടുത്തതായി ജെന്നി സംസാരിക്കുകയാണ്. എനിക്ക് ഏറ്റവും സന്തോഷം എന്താണെന്നാൽ അത് സ്കൂളിലേക്ക് ടാക്സിയിൽ വരുന്നതാണ്. ഏറ്റവും വിഷമമുള്ളത് എന്താണെന്നാൽ എൻ്റെ സിസ്റ്റർ കിറ്റി എപ്പോഴും എന്നെ വഴക്കു പറയും എന്ന് പറയുകയാണ് ജെന്നി. അടുത്തതായി ലൂക്ക എന്ന കുട്ടിയാണ് സംസാരിക്കേണ്ടത്. എന്നാൽ അവൾ ഒന്നും സംസാരിക്കാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അവളുടെ ഷൂ, യൂണിഫോം എല്ലാം ഒരുപാട് അഴുക്കായി കാണപ്പെട്ടിരുന്നു. എന്തെങ്കിലും സംസാരിക്കാൻ ടീച്ചർ പറയുമ്പോൾ എനിക്ക് എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല ടീച്ചർ എന്ന് പറയുകയാണ് ആ പെൺകുട്ടി. സാരമില്ല, അടുത്തതായി ചൂച്ചു വന്ന് സംസാരിക്കൂ എന്ന് പറയുകയാണ് ടീച്ചർ. അങ്ങനെ ചൂച്ചു വന്ന് സംസാരിക്കുകയാണ്. എനിക്കേറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്നാൽ അതെൻ്റെ ആൻറ്റി എനിക്ക് കേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നതാണ്.
ഏറ്റവും വിഷമമുള്ളത് ഇടിമിന്നലാണ്. അതൊരു മോൺസ്റ്ററാണ്, മനുഷ്യരെ പിടിച്ചു തിന്നും എന്നെല്ലാം പറയുകയാണ് അവൾ. സോ ക്ലാസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരമായതും പേരൻസ് എല്ലാം കുട്ടികളെ കൊണ്ടുപോവാനായി വരികയാണ്. എന്നാൽ കിറ്റി, ജെന്നി എന്ന ട്വിൻസ് കുട്ടികളുടെ അമ്മ മാത്രം വന്നിരുന്നില്ല. കുട്ടികളോടെല്ലാം നാളെ വരണമെന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ വരാമെന്ന് പറയുകയാണ് കുട്ടികൾ. അങ്ങനെ അവർ പോവാൻ നിൽക്കുമ്പോൾ ചൂച്ചു എന്ന കുട്ടിയുടെ ആന്റിയെ സംസാരിക്കണമെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുകയാണ് ടീച്ചർ ലൂ. ടീച്ചർ, എനിക്കൊട്ടും സമയമില്ല, ഇവിടെ നിന്ന് പോയിട്ട് വേണം എനിക്ക് വീണ്ടും ഹോട്ടലിൽ ജോലിക്ക് കയറാൻ എന്ന് പറയുകയാണ് അവർ. എനിക്ക് കുറച്ച് സമയം മതി ചൂച്ചു, ഞങ്ങൾ സംസാരിക്കുന്നത് വരെ നീ അവിടെ പോയി കളിച്ചോളൂ എന്ന് പറഞ്ഞ് ടീച്ചർ ചൂച്ചുവിനെ പറഞ്ഞു വിടുകയാണ്. ചൂച്ചു എന്തിനാണ് ഇടിമിന്നലിനെ ഇത്രയും ഭയപ്പെടുന്നത്? അതൊരു മോൺസ്റ്റർ ആണെന്നാണ് അവൾ പറയുന്നത്. എന്താണ് ഇതിനെല്ലാം കാരണം എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ ആന്റി ചൂച്ചുവിനെയാണ് നോക്കുന്നത്. ആ കുട്ടി പാവം അവിടെ സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആന്റി നടന്ന കാര്യങ്ങളെല്ലാം ടീച്ചറോട് പറയാൻ ആരംഭിക്കുകയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നല്ല ഇടിയും മഴയുമുള്ള ഒരു ദിവസം ചൂച്ചുവിന്റെ അമ്മയും അച്ഛനും ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി. എൻ്റെ ബ്രദറാണ് ചൂച്ചുവിന്റെ അച്ഛൻ. അവരുടെ മരണശേഷം ചൂച്ചുവിനെ ഏറ്റെടുക്കാൻ ഒരു കുടുംബക്കാരും തയ്യാറായില്ല. ഒരു അനാഥ കുട്ടിയെ പോലെ അവളെ എല്ലാവരും കാണുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാനായില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും അവളെ നോക്കേണ്ട, എൻ്റെ കുട്ടിയെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഹോട്ടലിൽ പാത്രം കഴുകിയാണ് എൻ്റെ ചൂച്ചുവിനെ ഞാൻ വളർത്തുന്നത്. വീട്ടിലെ ചുവരിൽ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ വരഞ്ഞ് അവർ എവിടെ പോയെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ എന്താണ് ആ കുട്ടിയോട് പറയേണ്ടത്? അവർ മരിച്ചു പോയെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞു മനസ്സിനത് താങ്ങാനാവുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഇടിമിന്നൽ ഒരു മോൺസ്റ്റർ ആണെന്നും അതാണ് നിന്റെ അച്ഛനെയും അമ്മയെയും തട്ടിക്കൊണ്ടു പോയതെന്നും ഞാൻ അവളോട് പറഞ്ഞത്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്നെ ഒരു മൃഗത്തെ പോലെയാണ് അവർ കാണുന്നത്. അതെല്ലാം സഹിച്ച് ഞാൻ ജോലി ചെയ്യുന്നതെല്ലാം എൻ്റെ ചൂച്ചുവിന് വേണ്ടിയാണ്. അവളെ ഞാൻ എൻ്റെ സഹോദരൻ്റെ മോളായല്ല കാണുന്നത്, എൻ്റെ സ്വന്തം മോളായാണ് അവളെ വളർത്തുന്നത്. അവൾ നന്നായി പഠിച്ച് ഒരു വലിയ സ്ഥാനത്തേക്ക് പോകണം. അതെനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണണം ടീച്ചർ. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുകയാണ് അവർ. അവരുടെ വിഷമങ്ങൾ കേട്ട ടീച്ചർക്കും ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അങ്ങനെ അവർ ചൂച്ചുവിനെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ആ ട്വിൻസ് കുട്ടികൾ അവരുടെ അമ്മയെയും നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. എന്നാൽ ഒരുപാട് നേരം കാത്തിരുന്നിട്ടും അമ്മ അങ്ങോട്ട് വരുന്നില്ല. ഒരുപാട് സമയത്തിന് ശേഷം അവർ അങ്ങോട്ട് വരികയാണ്. ആ കുട്ടികളും അമ്മയെ കണ്ടതും ഒരുപാട് സന്തോഷിക്കുന്നു. സോറി ടീച്ചർ, ഞാൻ വൈകിപ്പോയി, വീട്ടിൽ നിന്നും നടന്നാണ് ഞാൻ വന്നത് എന്നെല്ലാം പറയുകയാണ് അവർ. അതെന്ത് പറ്റി? നിങ്ങൾ ടാക്സിയിലല്ലേ വരാറ് എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ടീച്ചർ, ഇനി ടാക്സിയിലൊന്നും വരാൻ ഞങ്ങൾക്കാവില്ല. അവർ ഒരുപാട് പണം അതിന് ചോദിക്കുന്നുണ്ട്. അത് കൊടുക്കാൻ മാത്രം പണം ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറയുകയാണ്. വേഗം വാ മക്കളെ, ഇപ്പൊ പോയാലേ ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിലേക്ക് എത്താനാവൂ എന്ന് പറയുകയാണ് അമ്മ. ഇത് കേട്ടതും, നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി വിടാം, ഞാനും പോകുന്നത് ആ വഴിയിൽ തന്നെയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ അവർ എല്ലാവരും കാറിൽ കുട്ടികളുടെ വീട്ടിലേക്ക് പോകുന്നു. ആ സമയത്താണ് ആ അമ്മ ടീച്ചറോടൊരു കാര്യം പറയുന്നത്. ടീച്ചർ, നാളെ മുതൽ എൻ്റെ മക്കൾ സ്കൂളിലേക്ക് വരില്ല. എന്ത് പറ്റി? എന്താണ് ഇങ്ങനെ പറയുന്നത്? അത് ടീച്ചർ, എൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. ആ ടാക്സിക്കാരനും ഒരുപാട് പണം ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ എൻ്റെ ഭർത്താവിന് കുട്ടികൾ പഠിക്കുന്നതിൽ താല്പര്യമില്ല. പെൺകുട്ടികൾക്ക് അധികം വിദ്യാഭ്യാസം ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് കേട്ടതും ടീച്ചർക്കൊന്നും തന്നെ സംസാരിക്കാനാകുന്നില്ല. വീടെത്തിയതും അവരെല്ലാം കാറിന് പുറത്തിറങ്ങുകയാണ്. കുട്ടികളെ, ടീച്ചർക്ക് ഗുഡ് ബൈ പറയൂ എന്ന് പറയുകയാണ് അമ്മ. കുട്ടികളും വളരെ സങ്കടത്തോടെ ഗുഡ് ബൈ ടീച്ചർ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അവിടെ നിന്നും അവർ പോയതും ടീച്ചർ അവരുടെ പിറകെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ആക്ച്വലി അതൊരു കമ്മ്യൂണിറ്റി പോലെയായിരുന്നു. ഒരുപാട് ആളുകൾ അവിടെ താമസിച്ചിരുന്നു. അകത്ത് പോയി നോക്കിയപ്പോഴാണ് ടീച്ചർ ആ കാഴ്ച കാണുന്നത്. വീട്ടിലെത്തിയ 2 കുട്ടികളും യൂണിഫോം പോലും ചേഞ്ച് ചെയ്യാതെ അവരുടെ അമ്മയെ ജോലിയിൽ സഹായിക്കുകയാണ്. ആ 2 കുട്ടികളും ടീച്ചറെ കണ്ടതും ടീച്ചർ എന്ന് ഒരുപാട് സന്തോഷത്തോടെ വിളിക്കുകയാണ്. ടീച്ചർ അവിടെയുള്ള ആ 2 കുട്ടികളോടും അവരുടെ പേരൻസിനോടും സംസാരിക്കുകയാണ്. ഇനി മുതൽ ഞാൻ ഇവരെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കളാം. ക്ലാസ് കഴിഞ്ഞ ശേഷം ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടാക്കാം എന്ന് പറയുകയാണ്. ഇത് കേട്ടതും കുട്ടികളുടെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നു. ടീച്ചർ, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? കുട്ടികൾ നന്നായി പഠിക്കണം. പിന്നെ ഞാൻ വീട്ടിൽ പോകുന്ന വഴി തന്നെയല്ലേ ഇത് എന്ന് പറയുകയാണ് ടീച്ചർ. അവിടെ ഇതെല്ലാം കേട്ട് ഒരു ഗൗരവത്തോടെ നിൽക്കുകയാണ് കുട്ടികളുടെ അച്ഛൻ. അങ്ങനെ വീട്ടിലേക്ക് എത്തിയ ടീച്ചർ അവൾക്കറിയുന്ന ആളുകൾക്കെല്ലാം കോൾ ചെയ്ത് സ്കൂളിന്റെ ഈ അവസ്ഥ മാറ്റാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുകയാണ്. എന്നാൽ ആരും തന്നെ സഹായിക്കുന്നില്ല. എന്തിനു പറയണം, ആ സ്കൂളിനടുത്തുള്ള ഷോപ്പിലെ ജോലിക്കാരെല്ലാം ഈ സ്കൂൾ ഒരു മാസത്തിനുള്ളിൽ പൂട്ടും, 500 രൂപ ബെറ്റ്, ഇല്ല 2 മാസത്തിനുള്ളിൽ പൂട്ടും, 1000 രൂപ ബെറ്റ്, ഇങ്ങനെ പറഞ്ഞ് ബെറ്റ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം 3 കുട്ടികൾ മാത്രമാണ് സ്കൂളിലേക്ക് എത്തിയത്. ലൂക്ക എന്ന കുട്ടിയും ഹൊസാസു എന്ന കുട്ടിയും അവിടെ എത്തിയിരുന്നില്ല. ടീച്ചറും മറ്റു കുട്ടികളും അവരെ കാത്തു നിൽക്കുകയാണ്. ഇത് കാണുന്ന അവിടെ ക്ലീനിങ് ജോബ് ചെയ്യുന്ന ഈ ലേഡി, എന്ത് പറ്റി ടീച്ചർ, ഇന്നലെ 5 കുട്ടികളെങ്കിലും ഉണ്ടായിരുന്നു, ഇന്ന് 3 കുറഞ്ഞോ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്.
ടീച്ചർ ലൂ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാനായി അവരുടെ വീടുകളിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ലൂക്ക എന്ന കുട്ടിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. നോക്കുമ്പോൾ ആ കുട്ടിയുടെ വീടിന് ചുറ്റും മണ്ണ് കൊണ്ട് തട്ടിയിരിക്കുന്നതാണ് കാണുന്നത്. എന്താണെന്നാൽ ലൂക്കയുടെ വീടിന് ചുറ്റുമുള്ള മറ്റു സ്ഥലങ്ങളെല്ലാം ഒരു കമ്പനി വാങ്ങിയിരിക്കുന്നു. എന്നാൽ ഇവരുടെ വീട് മാത്രം ലൂക്കയുടെ അച്ഛൻ വിൽക്കാൻ തയ്യാറായില്ല. അവിടെ എത്തിയ ഏജന്റിനെ അടിച്ചോടിക്കുകയാണ് അയാൾ. അതുകൂടാതെ ഒരു ആക്സിഡന്റിൽ അയാളുടെ കാലും നഷ്ടമായിരുന്നു. ഈ സമയത്താണ് ടീച്ചർ ലൂ അവിടെ എത്തുന്നത്. ആരാ ഇത്? ഇതാണ് ലൂക്കയുടെ പുതിയ ടീച്ചർ എന്ന് പറയുകയാണ് ലൂക്കയുടെ അമ്മ. അങ്ങനെ ടീച്ചർ ലൂ വീടിനകത്തേക്ക് പോയി. നോക്കുമ്പോൾ അവിടെ ഒരു മൂലയിൽ വിഷമത്തോടെ തലകുനിച്ചിരിക്കുകയാണ് ലൂക്ക. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ, എനിക്ക് നിങ്ങളുടെ ഒരു സഹായവും ആവശ്യമില്ല. ഞാനിങ്ങനെ ചോദിക്കുന്നത് എന്താണെന്നാൽ, ലൂക്ക ഇന്ന് സ്കൂളിലേക്ക് വന്നില്ല. കുട്ടികൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമല്ലേ? ഇത് നോക്ക് ടീച്ചർ, ലൂക്കയാണ് സ്കൂളിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞത്. എന്താണ് കാരണമെന്ന് ചോദിച്ചിട്ട് അവൾ പറയുന്നില്ല. ഞാൻ തടഞ്ഞു വെച്ചത് കൊണ്ടല്ല അവൾ സ്കൂളിലേക്ക് വരാത്തത് എന്ന് പറയുകയാണ് ലൂക്കയുടെ അച്ഛൻ. ടീച്ചർ ലൂ പതിയെ ലൂക്കയുടെ അടുത്തേക്ക് പോയി ഇരിക്കുന്നു. അവളുടെ തലയിൽ തലോടിക്കൊണ്ട്, ലൂക്ക, ഇന്ന് നീ സ്കൂളിലേക്ക് വരാത്തത് കൊണ്ട് നിന്റെ ഫ്രണ്ട്സ് എല്ലാം നിന്നെ ഒരുപാട് മിസ് ചെയ്തിരുന്നു. എന്താണ് കാരണം എന്ന് നീ ടീച്ചറോട് പറ എന്ന് ലൂ പറയുമ്പോൾ ലൂക്ക കരയാൻ ആരംഭിക്കുകയാണ്. എൻ്റെ അമ്മയും അച്ഛനെയും ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്കൂളിലേക്ക് വരാതിരിക്കുന്നത്. അവർ രണ്ടുപേരും എപ്പോഴും വഴക്കുണ്ടാക്കി അവർ രണ്ടുപേരും മരിച്ചു പോയാൽ ഞാൻ ഒറ്റക്കായി പോവില്ലേ? എനിക്കെൻ്റെ അച്ഛനെയും അമ്മയും ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ സ്കൂളിലേക്ക് വന്നാൽ അവർ രണ്ടുപേരും വഴക്കിടും. അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എന്ന് പറഞ്ഞു കരയുകയാണ് ആ കുട്ടി. ലൂക്ക അത്രയും വിഷമിച്ച് ആ കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ട അച്ഛനും അമ്മയും ഒരുപാട് വിഷമിക്കുന്നു. കുട്ടിയുടെ മുൻപിൽ വെച്ച് വഴക്ക് കൂടുന്നത് എത്ര വലിയ തെറ്റാണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. അവർ വന്ന് ലൂക്കയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഇത് നോക്ക് ലൂക്ക, ഇനി അവർ ഒരിക്കലും വഴക്കുണ്ടാക്കില്ല. അതുകൊണ്ട് നിനക്ക് ധൈര്യമായി സ്കൂളിലേക്ക് വരാം. എന്താണ് ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന് ടീച്ചർ അച്ഛനും അമ്മയോടുമായി ചോദിക്കുമ്പോൾ അവരും ഇന്നു മുതൽ വഴക്കുണ്ടാക്കില്ല എന്ന് ലൂക്കയോട് പറയുകയാണ്. സോ ടീച്ചർ അവിടെ നിന്നും പോവാനായി നിൽക്കുകയാണ്. പോകുന്നതിന് മുൻപ് അവിടെയുള്ള മണ്ണെല്ലാം മാറ്റിയിടുകയാണ് അവർ. ഇത് കണ്ട ലൂക്കയും അമ്മയും ടീച്ചറെ സഹായിക്കുന്നു. അങ്ങനെ ടീച്ചർ കാറെടുത്ത് അടുത്ത കുട്ടിയായ ഹൊസസുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ അവൾ അവളുടെ അച്ഛന്റെ ഉന്തുവണ്ടിയുമായി പോകുന്നത് ടീച്ചർ കാണുന്നു. അതെല്ലാം കൊണ്ടുപോയി സ്ക്രാപ്പ് കടയിൽ കൊടുക്കുകയാണ് അവൾ. അതെല്ലാം ചെക്ക് ചെയ്ത കടയുടമ അവൾക്ക് 30 രൂപ കൊടുക്കുകയാണ്. ഞാൻ കൊണ്ടുവന്നത് 7 കിലോ ഇരുമ്പാണ്. നിങ്ങൾ 40 രൂപ എനിക്ക് തരണം. ഇതുപോലെയാണ് എൻ്റെ അച്ഛനെയും നിങ്ങൾ പറ്റിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് 40 രൂപയും വാങ്ങി വീട്ടിലേക്ക് പോവുകയാണ് ഹൊസസു. അങ്ങനെ ടീച്ചർ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഹൊസസു, ഇത് ഞാനാണ് നിന്റെ ടീച്ചർ എന്ന് പറയുമ്പോൾ വീടിന് പുറത്തേക്ക് ഓടി വരികയാണ് ഹൊസസു. ടീച്ചറെ കണ്ടതും അവൾ ഒരുപാട് സന്തോഷിക്കുന്നു. ടീച്ചറെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ടീച്ചർ, എൻ്റെ അച്ഛന് ഒട്ടും വയ്യ, അതുകൊണ്ടാണ് ഞാൻ സ്കൂളിലേക്ക് വരാത്തത്. നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കൂ, ഞാൻ എൻ്റെ ജോലി തീർത്ത ശേഷം പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും കിച്ചണിലേക്ക് പോവുകയാണ് ഹൊസസു. ടീച്ചറും അവളുടെ പുറകെ കിച്ചണിലേക്ക് പോവുകയാണ്. കിച്ചണ് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. എന്നാൽ ഹൊസസ് ചെറിയ കുട്ടിയായതിനാൽ ജോലി ചെയ്യാൻ വേണ്ടി കാലിലൊരു ടിൻ പോലെയുള്ള വസ്തു കെട്ടിവെച്ചാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടീച്ചർ കിച്ചണിലേക്ക് വന്ന് കണ്ടത് ആ ചെറിയ കുട്ടി പതിയെ നടന്ന് ടീച്ചറിന്റെ അടുത്തേക്ക് വരികയാണ്. ടീച്ചർ, കിച്ചണിൽ ചൂട് കൂടുതലാണ്, ഇവിടെ ഒരുപാട് അഴുക്കുമുണ്ട്, അതുകൊണ്ട് ടീച്ചർ ഇവിടെ ഇരിക്കണ്ട എന്ന് പറയുകയാണ് ആ ചെറിയ പെൺകുട്ടി. ഇത് കേട്ട ടീച്ചർ ലൂ അവളെ കെട്ടിപ്പിടിക്കുകയും ഹൊസസു, ശരിക്കും നീ നല്ലൊരു കുട്ടിയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഈ ശബ്ദമെല്ലാം കേട്ട് വൃദ്ധനായ ഹൊസസുവിന്റെ അച്ഛൻ അങ്ങോട്ട് വരികയാണ്. ടീച്ചർ അയാളുമായി സംസാരിക്കാൻ ആരംഭിക്കുന്നു. എന്നോട് ക്ഷമിക്കണം ടീച്ചർ, പെട്ടെന്ന് എനിക്ക് ശരീരം വയ്യാതായി. എന്നാലും ഞാൻ അവളോട് സ്കൂളിലേക്ക് പോകാൻ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഹൊസസ് തന്നെയാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ല, അച്ഛനെ നോക്കി ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞത്. നോക്ക് ടീച്ചർ, എൻ്റെ കുഞ്ഞുമോൾ എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുകയാണ്. എൻ്റെ മോൾ ഒരു നല്ല കുട്ടിയാണ്. ചെറുപ്പം മുതലേ അവസ്ഥ മനസ്സിലാക്കി പെരുമാറാൻ അവൾക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും? അവൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം അവളുടെ അമ്മയെ കാണണമെന്നാണ്. അവർ അവളുടെ ബ്രദറിന്റെ കൂടെ ചൈനയിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വയസ്സായില്ലേ, അതുകൊണ്ട് ആരും എന്നെ ജോലിക്ക് വിളിക്കുന്നില്ല. വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് പഴയ ഇരുമ്പെല്ലാം പെറുക്കി സ്ക്രാപ്പ് കടയിൽ കൊണ്ടുപോയി വിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ജീവിക്കുന്നത് എന്നെല്ലാം വളരെ വിഷമത്തോടെ പറയുകയാണ് ഹൊസസുവിന്റെ അച്ഛൻ. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ടീച്ചർ ലൂ, ഞാൻ നിങ്ങൾക്കൊരു ജോലി തരട്ടെ. നമ്മളുടെ സ്കൂളിലെ ഗേറ്റ് തുരുമ്പെല്ലാം പിടിച്ച് നശിച്ചു പോയിട്ടുണ്ട്. അത് നിങ്ങളെ കൊണ്ട് ശരിയാക്കാൻ സാധിക്കുമോ? പക്ഷെ ടീച്ചർ, അതൊരു പഴയ ഗേറ്റ് അല്ലേ, അത് റിസ്റ്റോറേഷൻ ചെയ്താൽ വീണ്ടും നശിച്ചു പോവും. പുതിയൊരു ഗേറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണോ? പക്ഷേ സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഗേറ്റ് ശരിയാക്കാൻ 1000 രൂപ മാത്രമേ തരികയുള്ളൂ എന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ടീച്ചർ ചോദിക്കുകയാണ്.
ടീച്ചർ, നമ്മൾ പുറത്തു നിന്നും ഇരുമ്പെല്ലാം വാങ്ങി ചെയ്യുമ്പോഴാണ് അത്രയും പണമാവുന്നത്. എൻ്റെ അടുത്ത് ഒരുപാട് ഇരുമ്പുണ്ടല്ലോ, അതിൽ ഗേറ്റിന് പറ്റിയ ഇരുമ്പെടുത്ത് കൊണ്ടുവന്ന് ശരിയാക്കിയാൽ അത്രയും കാശാവില്ല എന്ന് പറയുകയാണ് ഹോസസുവിൻ്റെ അച്ഛൻ. അയാൾക്കൊരു ജോലി കിട്ടിയതിൽ ഒരുപാട് സന്തോഷമായിരുന്നു. പെട്ടെന്ന് ഹോസസ് അങ്ങോട്ട് വരുന്നു. അച്ഛാ, ടീച്ചർ, ഭക്ഷണം റെഡിയായല്ലോ എന്ന് പറഞ്ഞ് അവർക്ക് ഫുഡ് കൊണ്ടു കൊടുക്കുകയാണ് ഹോസസു. ഹോസസു, നിനക്കൊരു കാര്യം അറിയാമോ? നിന്റെ സ്കൂളിലെ ഗേറ്റില്ലേ, അത് ഞാനാണ് ശരിയാക്കാൻ പോകുന്നത് എന്ന് പറയുകയാണ് അയാൾ. അത് കേട്ടതും ഹോസസുവിനും ഒരുപാട് സന്തോഷമാവുന്നു. അവർ രണ്ടുപേരും സന്തോഷമായിരിക്കുന്നത് കണ്ട് ടീച്ചർ ലൂവും ഒരുപാട് സന്തോഷമായിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് വരികയാണ്. കുട്ടികളെ, നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ എന്താണെന്ന് എന്നോട് പറയണം. ജെന്നി, ആദ്യം നിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? എനിക്കൊരു പ്രിൻസസ് ആവണമെന്നാണ് ആഗ്രഹം. ഒരുപാട് നല്ല ഡ്രസ്സെല്ലാം ധരിക്കണം. ശരി, ഇനി നിന്റെ സഹോദരിയോട് ചോദിച്ചു നോക്കട്ടെ. കിറ്റി, നിന്റെ ആഗ്രഹം എന്താണ്? എനിക്ക് വീട്ടിലുള്ള ബീൻസ് എല്ലാം കഴുകണം എന്ന് പറയാണ് കിറ്റി. അത് കേട്ടതും ജെന്നി പെട്ടെന്ന് എനിക്കും ബീൻസ് കഴുകണമെന്ന് പറയുകയാണ്. എന്താണെന്നാൽ പ്രിൻസസ് ആയാൽ ഞാൻ വീട് വിട്ട് പോവേണ്ടി വരില്ലേ? ബീൻസ് കഴുകിയാൽ എനിക്ക് എൻ്റെ ഫാമിലിയുടെ കൂടെ തന്നെ ഇരിക്കാം എന്ന് പറയുകയാണ് ആ കുട്ടി. ഹൊസസു, നിന്റെ ആഗ്രഹം എന്താണ്? എനിക്ക് എൻ്റെ വീട്ടിലെ ജോലികളെല്ലാം അടിപൊളിയായിട്ട് ചെയ്യണം. എന്തിനാ നീ വീട്ടുജോലികൾ ചെയ്യുന്നത്? എന്താണെന്നാൽ അപ്പോൾ മാത്രമേ എനിക്കെൻ്റെ അച്ഛനെ നന്നായി നോക്കാനാവൂ എന്ന് പറയുകയാണ് ഹൊസസു. ചൂച്ചു, നിന്റെ ആഗ്രഹം എന്താണ്? എനിക്ക് ഹോട്ടലിൽ നന്നായി ജോലി ചെയ്യാനാണ് ആഗ്രഹം. എൻ്റെ ആൻറ്റി അവിടെയാണ് ജോലി ചെയ്യുന്നത്. അവരെ പ്ലേറ്റ് കഴുകാൻ ഞാൻ സഹായിക്കും എന്ന് പറയാണ് ചൂച്ചു. ലൂക്ക, നിന്റെ ആഗ്രഹം എന്താണ് എന്ന് ടീച്ചർ ലൂ ചോദിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം എന്താണെന്ന് എനിക്കറിയില്ല ടീച്ചർ എന്ന് പറയുകയാണ് ലൂക്ക. ഈ ലൂക്ക തന്നെയാണ് ടീച്ചർ സ്റ്റാർട്ടിങ്ങിൽ ഹാപ്പിയായ കാര്യം എന്താണ്, സാഡായ കാര്യം എന്താണ് എന്നെല്ലാം ചോദിച്ചപ്പോഴും മിണ്ടാതിരുന്നത്. ഇപ്പോൾ ഇതിനും ഒന്നും തന്നെ അവൾ പറയുന്നില്ല. ഉടനെ കുട്ടികളെല്ലാവരും ടീച്ചർ, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ടീച്ചറും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം പറയുന്നു. പക്ഷേ അതെന്താണെന്ന് ഇപ്പോൾ നമ്മളെ കാണിക്കുന്നില്ല. അടുത്തതായി കുട്ടികൾക്കെല്ലാം ടീച്ചർ അസൈൻമെന്റ് കൊടുത്തിരിക്കുകയാണ്. എല്ലാവരും അവരുടെ വീട്ടിലുള്ളവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിക്കണം. അതാണ് അസൈൻമെന്റ്. ആദ്യമായി ലൂക്ക എന്ന കുട്ടി അവളുടെ അച്ഛൻ്റെ അടുത്ത് പോയി, അച്ഛാ, നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? സ്വപ്നമോ? അതെ അച്ഛാ, ടീച്ചർ അസൈൻമെന്റ് തന്നതാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ് അച്ഛാ എന്ന് ചോദിക്കുകയാണ്. ഇത് നോക്ക്, ഉറങ്ങുമ്പോഴാണ് സ്വപ്നം കാണുന്നത്. സ്വപ്നം എന്നത് ഒന്നും യാഥാർത്ഥ്യമല്ല. അതറിഞ്ഞുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. ഇവിടെ നിന്നും പോ എന്ന് വഴക്ക് പറഞ്ഞ് ഓടിക്കുകയാണ് ലൂക്കയെ. ആ കുട്ടി വളരെ വിഷമത്തോടെ ഒരു മൂലയിൽ പോയി ഇരിക്കുകയാണ്. ഇപ്പോഴാണ് അച്ഛനും അങ്ങനെ പറഞ്ഞതിൽ കുറ്റബോധവും വിഷമവും വരുന്നത്. പതിയെ ലൂക്കയുടെ അടുത്ത് പോയിരിക്കുന്ന അയാൾ, നോക്ക് ലൂക്ക, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? എനിക്കൊരു അത്ലറ്റ് ആവണം. എല്ലാവരെയും ഓടി തോൽപ്പിച്ച് എനിക്ക് 1ാം സമ്മാനം വാങ്ങണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുകയാണ് അയാൾ. ഇതെല്ലാം കേട്ട് ലൂക്ക അച്ഛൻ റേസിലോടുന്നത് പോലെ ഇമാജിൻ ചെയ്യുകയാണ്. സോ അടുത്തത് ട്വിൻസായ കിറ്റിയും ജെന്നിയും അവരുടെ അമ്മയുടെ അടുത്ത് പോയി, അമ്മ, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ, കുട്ടികളെ, എനിക്കങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. നിങ്ങൾ വെറുതെ ശബ്ദമുണ്ടാക്കി അച്ഛനെ എണീപ്പിക്കല്ലേ, നിങ്ങൾക്ക് ചീത്ത കേൾക്കും എന്ന് പറയുകയാണ്. കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ അവർ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം കുട്ടികളോട് പറയുകയാണ്. എനിക്കൊരു ഫയർ ഫൈറ്റർ ആവണമെന്നാണ് ആഗ്രഹമെന്നും പറയുന്നതും അവർ 2 കുട്ടികളെ തീയിൽ നിന്ന് രക്ഷിക്കുന്നത് പോലെ ഇമാജിൻ ചെയ്യുകയാണ്. ഇത് കേട്ടതും ആ 2 കുട്ടികൾ വാവ്, അമ്മ സൂപ്പർ, ഫയർ ഫൈറ്റർ അങ്ങനെയെല്ലാം പറഞ്ഞ് സന്തോഷിക്കുകയാണ്. ഈ ശബ്ദം കേട്ട് അവരുടെ അച്ഛൻ ഉറക്കത്തിൽ നിന്നും എണീക്കുന്നു. എന്നാൽ അയാൾ അവരെ വഴക്കു പറയുന്നില്ല. കുട്ടികൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുന്ന അയാളും സന്തോഷിക്കുകയാണ്. അടുത്തതായി ഹൊസസു എന്ന പെൺകുട്ടി അവരുടെ അച്ഛൻ്റെ അടുത്ത് പോയി ആഗ്രഹം എന്താണെന്ന് ചോദിക്കുകയാണ്. എനിക്കൊരുപാട് വർഷങ്ങൾക്ക് മുൻപ് പൈലറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹമെന്ന് പറയുന്നു. അയാൾ മാസായി കോട്ടും സ്യൂട്ടുമെല്ലാം ധരിച്ചു വരുന്നത് ഇമാജിൻ ചെയ്യുകയാണ് ഹൊസസു. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൻറ്റിയുടെ അടുത്ത് പോയി ചോദിച്ചു, ആൻറ്റി, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മിസ് ഹോങ്കോങ് ആവാനായിരുന്നു ആഗ്രഹമെന്ന് പറയുകയാണ്. അത് കേട്ടതും അവർ നല്ല വസ്ത്രങ്ങളെല്ലാം ധരിച്ച് മിസ് ഹോങ്കോങ് മത്സരത്തിൽ നടന്നു വരുന്നത് ഇമാജിൻ ചെയ്യുകയാണ് ചൂച്ചു. ഇത് കേട്ടതും ചൂച്ചു ആൻറ്റിയെ കെട്ടിപ്പിടിച്ചു. ആൻറ്റി, നിങ്ങളൊരു സുന്ദരിയാണ് എന്ന് പറഞ്ഞൊരു ഉമ്മ കൊടുക്കുകയാണ്. അത് കേട്ടതും ആൻറ്റിയും ഒരുപാട് സന്തോഷിക്കുന്നു. കുട്ടികളെല്ലാം ആഗ്രഹങ്ങൾ പേപ്പറിൽ എഴുതി സ്കൂളിൽ കൊണ്ടുവന്ന് ഒട്ടിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ടീച്ചർ ലൂ. പെട്ടെന്ന് അതിലൊരു കുട്ടി, ടീച്ചർ, എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞ് കൈപ്പൊക്കുമ്പോൾ ഞങ്ങൾക്കും പോകണമെന്ന് പറഞ്ഞ് എല്ലാവരും കൈപ്പൊക്കുകയാണ്. അങ്ങനെ കുട്ടികളെ കൂട്ടി ടോയ്ലറ്റിലേക്ക് പോവുകയാണ് ടീച്ചർ. എന്നാൽ മഴ പെയ്തതിനാൽ ടോയ്ലറ്റ് മുഴുവൻ വെള്ളം നിറഞ്ഞിരുന്നു. അതുകൊണ്ട് അടുത്ത പബ്ലിക് ടോയ്ലറ്റിലേക്ക് പോവുകയാണ് അവർ. പെട്ടെന്ന് ഇടിവെട്ടുന്നതും
ചൂച്ചു എന്ന കുട്ടി പേടിക്കുകയാണ്. അവൾക്ക് ഇടിമിന്നൽ ഭയങ്കര പേടിയാണല്ലോ. അവൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഇടിമിന്നൽ ഒരു മോൺസ്റ്ററിനെ പോലെ അവൾക്ക് തോന്നുകയാണ്. പേടിച്ചു പോയ ചൂച്ചു ഒരു മൂലയ്ക്ക് പോയി ഇടിവെട്ടുന്നുണ്ട്, അതൊരു മോൺസ്റ്റർ ആണ് എന്ന് പറഞ്ഞ് കരയുകയാണ്. അവളുടെ അടുത്ത് പോയ ടീച്ചർ, ചൂച്ചു എന്തിനാണ് നീ ഇത്രയും ഭയപ്പെടുന്നത്? ടീച്ചർ, ആ മോൺസ്റ്ററാണ് എൻ്റെ അമ്മയും അച്ഛനെയും കൊണ്ടുപോയത്. ഇടിമിന്നലൊന്നുമല്ല നിന്റെ അമ്മയും അച്ഛനെയും പിടിച്ചുകൊണ്ടുപോയത്, അവർ മരണപ്പെട്ടതാണ് എന്ന് പറയുകയാണ് ടീച്ചർ. ഇത് കേട്ട ചുച്ചു വിഷമത്തോടെ കരയാൻ ആരംഭിക്കുകയാണ്. ഇത് നോക്ക് ചുച്ചു, നീ നിന്റെ അമ്മയും അച്ഛനെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതുപോലെ നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവർ അത് നിന്നെ എങ്ങനെ അറിയിക്കും? മഴയായും ഇടിയായും നിന്നോടുള്ള സ്നേഹം അവർ കാണിക്കുന്നതാണിത് എന്ന് പറഞ്ഞ് ടീച്ചർ മഴ നനയുകയാണ്. ഇത് നോക്കു ചൂച്ചു, ടീച്ചർ മഴ നനയുന്നുണ്ടല്ലോ. ഈ ഇടിയും മഴയും എന്നെ ഒന്നും ചെയ്യുന്നില്ല, കണ്ടോ എന്ന് പറയുകയാണ് ടീച്ചർ. വീണ്ടും ചൂച്ചുവിന്റെ അടുത്ത് വന്ന ടീച്ചർ, ചൂച്ചു നീ തന്നെ നിന്റെ കൈകൊണ്ട് ഈ മഴയെ സ്പർശിക്കൂ. എന്നിട്ട് നിനക്ക് നിന്റെ അച്ഛനോടും അമ്മയോടും എന്താണ് പറയാനുള്ളത് അത് ഉറക്കെ പറയൂ എന്ന് പറയുകയാണ് ടീച്ചർ. ചൂച്ചുവും പതിയെ മഴയിൽ കൈ നനയ്ക്കുകയാണ്. അതോടെ അവളുടെ ഭയവും മാറുകയാണ്. അങ്ങനെ ആകാശത്തേക്ക് നോക്കിയ ചൂച്ചു, അമ്മ, അച്ഛ, നിങ്ങൾ എന്നെ ആലോചിച്ച് വിഷമിക്കേണ്ട, ഞാൻ നല്ല കുട്ടിയായി വളർന്നോളാം എന്ന് പറയുന്നതും ടീച്ചർ ചൂച്ചുവിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അടുത്ത ദിവസം ഒരു സൺഡേ ആയിരുന്നു. സ്കൂൾ ലീവാണ്. ലൂക്കയും അച്ഛനും അമ്മയും നിസ്സഹായാവസ്ഥയിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. പുറത്താ കമ്പനിയിലെ ആളുകൾ ഇവരെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വന്നിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ എത്തുന്ന പോലീസ് അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഒരു ഓഫീസർ അവരുടെ വീട്ടിലേക്ക് പോയി, നിങ്ങളാണോ ലൂക്കയുടെ അച്ഛൻ? ലൂക്കയുടെ ടീച്ചർ കംപ്ലൈന്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ആ കമ്പനിയിലെ ആളുകളെ ജയിലിൽ അടയ്ക്കാൻ പോവുകയാണ്. ഇനി നിങ്ങൾ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട എന്ന് പറയുകയാണ്. ഇത് കേട്ടതും അവർക്കെല്ലാം ഒരുപാട് സന്തോഷമാവുന്നു. അടുത്ത ദിവസം ടീച്ചർ സ്കൂളിലെ 5 കുട്ടികളെയും അവരുടെ പാരന്റ്സിനെയും കൂട്ടി പിക്നിക്കിന് പോവുകയാണ്. അവർ അവിടെ സന്തോഷിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് വരുന്ന മേയർ അവരെ കളിയാക്കി സംസാരിക്കാൻ ആരംഭിക്കുകയാണ്. ഇത് നോക്ക്, അടുത്ത വർഷം ഇതിലൊരു കുട്ടി ഗ്രാജുവേറ്റ് ആയി എലിമെന്ററി സ്കൂളിലേക്ക് പോയേ മതിയാവും. അപ്പോൾ ഇവിടെ വെറും 4 കുട്ടികൾ മാത്രമാവും. 5-ൽ താഴെയാണെങ്കിൽ ഗവൺമെന്റ് എന്തായാലും ആ സ്കൂൾ അടച്ചുപൂട്ടും. അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്തോ എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവർ അവിടെ കളിച്ചു സന്തോഷിക്കുകയാണ്. സ്കൂളിലെ ഈ വർഷത്തെ അവസാന ദിവസത്തിൽ 5-ൽ കുറവ് കുട്ടികളെ അവിടെ പഠിക്കുന്നതെങ്കിലും ഗവൺമെന്റ് ആ സ്കൂൾ അടച്ചുപൂട്ടാൻ തീരുമാനിക്കും. അതുകൊണ്ട് ടീച്ചർ ലു ഇപ്പോൾ തന്നെ അടുത്ത വർഷത്തേക്ക് വേണ്ടി കുട്ടികളെ ചേർത്താൻ അവിടെയെല്ലാം പരസ്യം ചെയ്യുകയാണ്. നോട്ടീസ് എല്ലാം അടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുന്നു. അതുകൂടാതെ കുട്ടികളുടെ ഗ്രാജുവേഷൻ ഡേയിൽ പെർഫോം ചെയ്യാനായി അവരെ ഒരു ഡാൻസും പഠിപ്പിക്കുകയാണ്. കുട്ടികളെല്ലാം അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൂക്കയുടെ അച്ഛൻ വാക്കിട്ടോക്കി കണ്ടുപിടിക്കുകയാണ്. അത് കണ്ടതും എന്തിനാണെന്ന് അറിയില്ല, ലൂക്ക ഒരുപാട് സന്തോഷിക്കുന്നു. അതുകൂടാതെ ഹൊസസുവിന്റെ അച്ഛൻ സ്കൂളിലെ ഗേറ്റ് എല്ലാം ശരിയാക്കി കൊടുക്കുകയാണ്. നോക്ക് ടീച്ചർ, ഗേറ്റ് നല്ല സ്ട്രോങ് ആണ്. ഇനിയൊരു 30 വർഷത്തിൽ ഇതിനൊരു കേടും സംഭവിക്കില്ല എന്നെല്ലാം പറയുകയാണ്. ഇത് കാണുന്ന ഹൊസസുവിനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. സോ കുട്ടികളെല്ലാവരും വീട്ടിൽ പോയി അവർ കളിക്കാൻ പോകുന്ന ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം ടീച്ചർ ലൂവിന്റെ ഹസ്ബൻഡ് ആ നോട്ടീസ് നോക്കി വിഷമിച്ചിരിക്കുകയാണ്. എന്താണെന്നാൽ ടീച്ചർ ലൂവിന് പണ്ടൊരു ട്യൂമർ ഉണ്ടായിരുന്നു. അത് ഓപ്പറേഷൻ ചെയ്ത് എടുത്തു കളഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ സ്കൂൾ ആ 5 കുട്ടികൾ എന്ന് മാത്രം ആലോചിച്ചിരിക്കുകയാണ് ലൂ. അതുകൊണ്ട് തന്നെ കറക്റ്റായി മെഡിസിൻ എടുക്കുന്നില്ല, ട്രീറ്റ്മെന്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ലൂവിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന വിഷമത്തിലാണ് അയാൾ. എന്നാൽ ടീച്ചർ അയാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഞാൻ ഈ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ 5 കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, അതിനുശേഷം അങ്ങോട്ട് വരുന്ന ആയിരക്കണക്കിന് കുട്ടികൾക്ക് കൂടി വേണ്ടിയാണ്. ആ സ്കൂളിനെ എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷിച്ചേ മതിയാവൂ എന്ന് ടീച്ചർ പറയുമ്പോൾ ലൂവിന്റെ ഹസ്ബൻഡും അവളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഗ്രാജുവേഷൻ ഡേക്ക് മുൻപ് ഓപ്പൺ ഡേ എന്ന പേരിൽ ഒരു ആഘോഷം അവിടെ സംഘടിപ്പിക്കുകയാണ് ടീച്ചർ ലൂ. അതായത് പുതിയതായി സ്കൂളിലേക്ക് കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്ന ദിവസമാണത്. ഒരുപാട് കുട്ടികൾ അങ്ങോട്ട് അഡ്മിഷൻ എടുക്കാൻ വരുമെന്ന് പ്രതീക്ഷിച്ച് ടീച്ചറും കുട്ടികളും അവരുടെ പേരൻസുമെല്ലാം സ്കൂൾ ഡെക്കറേറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ്. അതുകൂടാതെ ലൂക്കയുടെ അച്ഛനാണ് കൊടിയെല്ലാം പിടിച്ച് സ്കൂളിന് പുറത്ത് പുതിയതായി വരുന്നവരെ വെൽക്കം ചെയ്യാനായി നിൽക്കുന്നത്. അയാളൊരു വാക്കിടോക്കി കണ്ടുപിടിച്ചതും അത് കണ്ട് ലൂക്ക ഒരുപാട് സന്തോഷിച്ചതും നമ്മൾ കണ്ടിരുന്നു. അതെന്തിനാണെന്നാൽ അതിന്റെ ഒരു പീസ് ലൂക്കയുടെ അച്ഛന്റെ കയ്യിലും മറ്റേ പീസ് കുട്ടികളുടെ കയ്യിലും കൊടുത്തിരുന്നു. ഒരു കാർ അതിലൂടെ പോകുന്നതും കുട്ടികളെ, ഒരു കാർ വരുന്നുണ്ട്, പുതിയതായി അഡ്മിഷൻ എടുക്കാൻ വരുന്നവരാണെന്ന് തോന്നുന്നു, ഓവർ ഓവർ എന്നെല്ലാം പറയുകയാണ് അയാൾ. ഈ സ്കൂളിലിരുന്ന് ബാക്കിയുള്ളവരെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം ഒരുപാട് സന്തോഷിക്കുകയാണ്. എന്താണെന്നാൽ പുതിയതായി ഒരു കുട്ടി വന്നാൽ ഇവർക്ക് ആ സ്കൂളിനെ രക്ഷിക്കാനാവും. എന്നാൽ അവിടെ എത്തുന്ന ആ പേരൻസ് സ്കൂളിന്റെ അവസ്ഥ കണ്ട് അവിടെ ചേർക്കാതെ തിരിച്ചു പോവുകയാണ്. ഇത് കണ്ടതും കുട്ടികളെല്ലാം പോവല്ലേ എന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അവർ ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ്. ഇത് കണ്ട ടീച്ചർ, നിങ്ങൾ വിഷമിക്കേണ്ട, ആരെങ്കിലും വരാതിരിക്കില്ല എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുകയാണ്.
ഈ സമയം ടീച്ചറുടെ ഒരു ഫ്രണ്ട് വിളിച്ച് ലൂവിനെ നേരിട്ട് കാണണമെന്ന് പറയുകയാണ്. ആരെങ്കിലും വന്നാൽ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ ലൂ അവിടെ നിന്നും ഫ്രണ്ടിനെ കാണാനായി പോകുന്നു. അവിടെ എത്തിയപ്പോഴാണ് കാര്യം എന്താണെന്ന് ലൂവിന് മനസ്സിലാകുന്നത്. ഓൾറെഡി ന്യൂസ് മീഡിയയിലെല്ലാം ടീച്ചർ ലൂവിനെ കുറിച്ചുള്ള വാർത്തകൾ വന്ന് അവൾ ഫേമസ് ആയിരുന്നു. അതൊരു ബിസിനസ്സാക്കി മാറ്റി പുതിയൊരു കിൻഡർ ഗാർഡൻ ഉണ്ടാക്കാനാണ് അവരുടെ പദ്ധതി. അതിനുവേണ്ടിയാണ് ലൂവിനെ വിളിച്ചു വരുത്തിയത്. എന്നാൽ ടീച്ചർ ലൂ അവരോട് അതിന് താല്പര്യമില്ല എന്ന് പറയുകയാണ്. ഞാൻ പണത്തിന് വേണ്ടിയല്ല ഇത്രയും ചെയ്തത്. ആ 5 കുട്ടികൾ പഠിച്ച് നല്ലൊരു ജീവിതത്തിൽ എത്തിച്ചേർന്നാൽ തീർച്ചയായും അവരുടെ പേരൻസ്, ആ കുട്ടികൾ എല്ലാവരും അവരെ പഠിപ്പിച്ച ടീച്ചറിനെ ഓർമ്മയിൽ വയ്ക്കും. എനിക്ക് അത്രയും മതി. എനിക്ക് പണമൊന്നും തന്നെ ലഭിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആ 5 കുട്ടികൾക്കും ആ സ്കൂളിനും വേണ്ടി ഞാൻ പോരാടും എന്ന് പറഞ്ഞ് അവിടെ നിന്നും സ്കൂളിലേക്ക് പോവുകയാണ് ടീച്ചർ ലൂ. എന്നാൽ സ്കൂളിൽ പുതിയതായി അഡ്മിഷൻ എടുക്കാൻ ആരും തന്നെ വന്നിരുന്നില്ല. ടീച്ചർ ഒരുപാട് വിഷമിക്കുന്നുണ്ടെങ്കിലും എല്ലാവരെയും സമാധാനിപ്പിക്കാനായി, നിങ്ങളാരും വിഷമിക്കേണ്ട, ഗ്രാജുവേഷൻ ഡേക്ക് ഇനിയും 2 വീക്ക് സമയമുണ്ട്, അതിനുള്ളിൽ ആരെങ്കിലും വന്ന് അഡ്മിഷൻ എടുക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അവിടെ ബോധം കെട്ട് വീഴുകയാണ് ടീച്ചർ ലൂ. പെട്ടെന്ന് തന്നെ അവർ ആംബുലൻസിലേക്ക് കോൾ ചെയ്ത് ടീച്ചറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ 5 കുട്ടികളും ടീച്ചർക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ വിഷമത്തോടെ അതെല്ലാം നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ടീച്ചറെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയാണ്. ഓവർ സ്ട്രെസ് എടുത്ത് ജോലി ചെയ്തതിനാൽ വീണ്ടും ട്യൂമറിന്റെ ഓപ്പറേഷൻ ചെയ്യേണ്ടതായി വരികയാണ്. അങ്ങനെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ടീച്ചർ ലൂ റെസ്റ്റ് എടുക്കുന്നു. ഈ സമയമെല്ലാം കുട്ടികളുടെ അടുത്തേക്ക് പോകുന്നതും അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നതെല്ലാം ടീച്ചർ ലൂവിന്റെ ഹസ്ബൻഡാണ്. അതിലൊരു കുട്ടി ടീച്ചറുടെ ഹസ്ബൻഡിനോട് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ അയാൾ അത് അവിടെ എഴുതി ഒട്ടിക്കുകയാണ്. അത് വേറെ ഒന്നുമായിരുന്നില്ല, ടീച്ചർ ലൂ അസുഖമെല്ലാം മാറി തിരിച്ചു വരണം എന്നായിരുന്നു. ഈ സമയം ആ 5 കുട്ടികളുടെ പാരന്റ്സിന് പുറമെ ഗ്രാമത്തിലുള്ള എല്ലാവരും ആ സ്കൂളിലേക്ക് പുതിയ അഡ്മിഷന് വരാനായി നോട്ടീസ് കൊടുക്കുകയുമെല്ലാം ചെയ്യുകയാണ്. സ്കൂളിനടുത്തുള്ള ഷോപ്പിലെ ജോലിക്കാർ 2 മാസത്തിനുള്ളിൽ സ്കൂൾ അടച്ചുപൂട്ടുമെന്നെല്ലാം പറഞ്ഞ് അവിടെ ബെറ്റ് വെച്ചിരുന്നു. അതെല്ലാം അവർ മായ്ച്ചു കളയുകയാണ്. എന്താണെന്നാൽ ആ സ്കൂൾ തുടർന്നും ഇപ്പോൾ പ്രവർത്തിക്കണമെന്ന് അവരെല്ലാം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഗ്രാമം വളരെ ചെറുതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 5 കുട്ടികളല്ലാതെ വേറെ ചെറിയ കുട്ടികളൊന്നുമില്ല. ഉണ്ടെങ്കിൽ അവർ അവിടെ അഡ്മിഷൻ എടുത്തേനെ. സോ ഗ്രാമത്തിന് പുറത്തു നിന്നുമാണ് അവിടേക്ക് കുട്ടികൾ വരേണ്ടത്. അങ്ങനെ ടീച്ചർ ലൂ ഹോസ്പിറ്റലിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാവരും ടീച്ചറെ ഒരുപാട് മിസ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ടീച്ചർ ഡിസ്ചാർജ് ആവുകയാണ്. അതേ ദിവസം തന്നെയായിരുന്നു സ്കൂളിലെ ഗ്രാജുവേഷൻ ഡേ. ഹോസ്പിറ്റലിൽ നിന്നും ടീച്ചർ ലൂവും ഹസ്ബൻഡും നേരെ സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിൽ അവർ എത്തിയതും അവിടേക്ക് വരുന്ന മേയർ, ടീച്ചർ ഇന്നാണ് അവസാന ദിവസം, ഒരു കുട്ടി എന്തായാലും ജയിച്ച് ഇവിടെ നിന്ന് പോകും, 4 കുട്ടികളെ വെച്ച് നിങ്ങൾക്ക് ഈ സ്കൂൾ പ്രവർത്തിക്കാനാവില്ല എന്നെല്ലാം കളിയാക്കി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ ടീച്ചർ ലൂവിന് ഇപ്പോഴും ഒരു വിശ്വാസമുണ്ടായിരുന്നു സ്കൂളിനെ രക്ഷിക്കാനാവുമെന്ന്. അങ്ങനെ സ്കൂളിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. അങ്ങനെ അകത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ 5 കുട്ടികളുടെ പേരൻസ് നിൽക്കുന്നത് ടീച്ചർ ലൂ കാണുന്നു. അവൾക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് കുട്ടികൾ കാത്തിരുന്നത് എന്ന് പറഞ്ഞ് ടീച്ചർ വെൽക്കം ചെയ്യുകയാണ്. അങ്ങനെ എല്ലാവരും അവിടെ ഇരുന്ന് കുട്ടികളുടെ ഡാൻസ് പെർഫോമൻസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ കുട്ടികൾ അവരുടെ ഡ്രസ്സെല്ലാം ധരിച്ച് ടീച്ചർ അവരെ പഠിപ്പിച്ച ഡാൻസ് എല്ലാവരുടെയും മുൻപിൽ പെർഫോം ചെയ്യുകയാണ്. ഇത് കാണുന്ന ടീച്ചറും അവിടെയുള്ളവരെല്ലാവരും ഒരുപാട് വിഷമത്തോടെ കരയാൻ ആരംഭിക്കുകയാണ്. എന്താണെന്നാൽ ടീച്ചർ അത്രയും ആ കുട്ടികളെ സ്നേഹിച്ചിരുന്നു. അവർ മാത്രമായിരുന്നില്ല ആ ഡാൻസ് കണ്ടുകൊണ്ടിരുന്നത്. ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ജനൽ വഴി ആ കുട്ടികളുടെ പെർഫോമൻസ് കാണുകയാണ്. ഡാൻസ് കഴിഞ്ഞതും എല്ലാവരും കൈയടിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ടീച്ചർ, ഞങ്ങൾ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തിരുന്നു. ഈ പെർഫോമൻസിന് വേണ്ടിയാണ് ഞങ്ങൾ കരയാതിരുന്നത്. ഇനി ഞങ്ങൾ കരഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് അവരെല്ലാം പൊട്ടിക്കരയുകയാണ്. ഇത് കണ്ടതും ടീച്ചർ ലൂ കരഞ്ഞുകൊണ്ട് ആ കുട്ടികളുടെ അടുത്തേക്ക് പോവുകയും അവരെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന പേരൻസും ആ നാട്ടിലുള്ള എല്ലാവരും ഒരുപാട് വിഷമിക്കുകയാണ്. അങ്ങനെ ടീച്ചർ എല്ലാവരോടുമായി സംസാരിക്കാൻ പോവുകയാണ്. ഈ സ്കൂളിന്റെ അവസാന ദിവസം ഇതാണ്. ഈ 5 കുട്ടികളിൽ ലൂക്ക ഇന്ന് ഗ്രാജുവേറ്റ് ആയി എലിമെന്ററി സ്കൂളിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് അവളെ ഗൗണെല്ലാം ധരിപ്പിക്കുകയാണ്. ഇത് കാണുന്ന ലൂക്കയുടെ അമ്മയും അച്ഛനും സന്തോഷവും വിഷമവും കലർന്ന് കരയാൻ ആരംഭിക്കുന്നു. 20 വർഷമായി ഞാൻ ടീച്ചറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരുപാട് ഗ്രാജുവേഷൻ ഡേയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ എനിക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഗ്രാജുവേഷൻ ഡേ ഇതാണ്. ലൂക്ക ഒരു നല്ല കുട്ടിയാണ്. അവൾ എലിമെന്ററിക്ക് പോയി നന്നായി പഠിക്കണം കേട്ടോ ലൂക്ക എന്ന് പറയുകയാണ് ടീച്ചർ ലൂ. അടുത്തതായി ലൂക്കയാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ സ്കൂളിൽ പഠിച്ചിരുന്ന ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ നിന്ന് പോയി. ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ടീച്ചറും ഞങ്ങളെ തനിച്ചാക്കി ഇവിടെ നിന്ന് പോയി. ഞങ്ങൾ 5 പേരും ഇവിടെ തനിച്ചായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ടീച്ചർ ലൂ ഇങ്ങോട്ട് വന്നത്. അവർ ഞങ്ങളെ പഠിപ്പിച്ചു. അവർ ഞങ്ങളുടെ കൂടെയുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു. എനിക്കെൻ്റെ ടീച്ചർ ലൂവിനെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ വേറെ സ്കൂളിലേക്ക് പോയാൽ നന്നായി പഠിക്കും. ഇങ്ങനെ പറഞ്ഞ് ലൂക്ക ടീച്ചറുടെ അടുത്തേക്ക് ഓടി വരികയാണ്. ടീച്ചർ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നാൽ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും പറയാറില്ലല്ലോ.
എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? നന്നായി പഠിച്ചു നിങ്ങളെപ്പോലെ നല്ലൊരു ടീച്ചർ ആവണമെന്നാണ് എന്ന് പറയുകയാണ് ലൂക്ക. ഇത് കേട്ടതും ടീച്ചർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലൂക്കയെ കെട്ടിപ്പിടിക്കുകയാണ്. ഇപ്പോഴാണ് ടീച്ചറുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് കാണിക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ടീച്ചർ? എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നാൽ ഒരു നല്ല ടീച്ചറായിരിക്കണം എന്നതാണ്. ഈ സ്കൂളും ഒരു നല്ല നിലയിൽ എത്തണം, ഒരുപാട് കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കണം, അതാണ് എൻ്റെ ആഗ്രഹമെന്ന് പറയുകയാണ് ടീച്ചർ ലൂ. പക്ഷേ ടീച്ചർ വിചാരിച്ചതുപോലെ ഈ അവസാന ദിവസവും അവിടെ ആരും അഡ്മിഷൻ എടുത്തില്ല. അങ്ങനെ ഇവർ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗ്രാമത്തിലുള്ള ആളുകൾ ഒരു 2 കുട്ടികളെ അവിടെ ചേർക്കാനായി കൊണ്ടുവരികയാണ്. സോ ഇപ്പോൾ ലൂക്ക പോയി കഴിഞ്ഞാലും അവിടെ ടോട്ടൽ 6 കുട്ടികൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സ്കൂൾ അടയ്ക്കേണ്ടതില്ല. ഇത് കണ്ടതും അവരെല്ലാം ഒരുപാട് സന്തോഷിക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ കണ്ടത് വെറും ഒരു ഫിലിം സ്റ്റോറി മാത്രമല്ല, ഇതെല്ലാം റിയൽ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ്. ദേ ഇതാണ് ശരിക്കുമുള്ള ടീച്ചർ ലൂ. ആ സ്കൂളിന് വേണ്ടി ഒരുപാട് ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ചവൾ. സോ അടച്ചുപൂട്ടാനായി നിന്നിരുന്ന ആ സ്കൂളിനെ ടീച്ചർ ലൂ ആണ് രക്ഷിച്ചത്. ഇന്ന് ആ സ്കൂളിൽ 60-ൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഇത് വെറും ഒരു കിൻഡർ ഗാർഡൻ മാത്രമല്ല, ചൈൽഡ് കെയർ സെന്റർ കൂടിയാണ്. ഇപ്പോഴും നമ്മുടെ ടീച്ചർ ലൂ ആ സ്കൂളിലെ HM ആയി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കാണിച്ചുകൊണ്ട് ലിറ്റിൽ ബിഗ് മാസ്റ്റർ എന്ന മൂവി അവസാനിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള മൂവീസ് കാണാനായി എക്സ്പ്ലനേഷൻ ഫയൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.